ജീവിതത്തിന് ഇന്ന് സുഗന്ധമാണ്. ഓടിക്കിതച്ചും കാലിടറിയും ഒടുവിൽ ഇവിടെ എത്തി. ജീവിതത്തിൽ പ്രതീക്ഷയുടെ പച്ച തെളിഞ്ഞു. തിരുവനന്തപുരത്തെ എൻ്റെ കേരളം പ്രദർശനമേളയുടെ ഉദ്ഘാടന വേദിയിൽ അതിഥിയായി ഇന്ന് കാഴ്ചക്കാരിയും. ഇതെല്ലാം വലിയ വലിയ മേഖലയിലുള്ള വ്യക്തികൾക്കാണ് ഇത് ഇങ്ങനെ ഒരു പ്രകാശനം ചെയ്ത് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രകാശനം ചെയ്തൊരു ബുക്ക് ലഭിക്കുക. പക്ഷേ ഇത് പാവപ്പെട്ട ഞങ്ങൾ ഒരു ഓട്ടോ തൊഴിലാളി എന്നുള്ള നിലയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് വളരെ സന്തോഷമുണ്ടായി. സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി ആപ്പായ കേരള സഫാരിയുടെ ഭാഗമായി ജോലി ചെയ്യുന്ന ചന്ദ്രിക മേളയിലെ കാഴ്ചകളിലേക്ക്. Delicious cuisine. Kerala is also referred to as God's own country. Market Industry Connect Virtual Incubation Program. ജീവിതത്തിലെ സമസ്യകൾ പലതും പരിഹരിച്ചു. ഭാഗ്യ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നു. ഒടുവിൽ സർക്കാർ പദ്ധതി തൊഴിലിടമൊരുക്കി. ഞാൻ 90 മുതൽ ഓട്ടോറിക്ഷ ഓടാൻ തുടങ്ങിയതാണ്. 1990 മുതൽ സ്ത്രീകളുടെ മുൻപന്തിയിൽ കൊണ്ടുവരണമെന്നും ഒക്കെ സർക്കാരിന് അങ്ങനെ ഒരു മനസ്സുണ്ട്. അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ഇവർ ഈ മാർട്ട് സിറ്റി എന്ന ഒരു കമ്പനി ഒരു പദ്ധതി, ഒരു വികസന പദ്ധതിയുടെ പേരിൽ ആദ്യമായിട്ട് വനിതകൾക്ക് കുറച്ച് വാഹനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര രൂപ? 70 രൂപയാണ് ചേച്ചി. മുളക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അളി എടുത്തിട്ട് നനയ്ക്കാന്നല്ലേ, കളറൊന്നും പോകത്തില്ല. ഇഷ്ടപ്പെട്ട ഞാൻ ഉണ്ടാക്കിയ വള അവർ വാങ്ങിയപ്പോൾ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. അവർ ഓട്ടോ ഓടിക്കുന്നവരായാലും ഞങ്ങൾ ഈ ചെറിയ ഇത് സംരംഭം കൊണ്ട് നടക്കുന്നവരായാലും നല്ല രീതിയിൽ എനിക്കതിൽ വലിയ സന്തോഷമായി. പുതിയ അനുഭവങ്ങൾ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകുമ്പോഴും മാറ്റത്തിന്റെ അനിവാര്യത കൃത്യമായി അറിയാം. കേരള സവാരി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കേരള സവാരി വിജയിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു പരസ്യം അത്യാവശ്യമാണ്. വിജയിക്കാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ചെയ്തു തീർക്കാൻ ഏറെയുണ്ട്. ജനക്ഷേമ പദ്ധതികൾ പിന്തുണയായി ഒപ്പമുണ്ടെന്ന ബോധ്യത്തിൽ പുതുവഴികളിലേക്ക് അവർ നടക്കുകയാണ്. സ്വന്തം ഇടമുണ്ടാക്കി അതിൽ സ്വയം വിലാസങ്ങൾ രചിച്ച് സ്വന്തം നാടിനെ അഭിമാനത്തോടെ ഓർക്കുന്നവരാണിവർ. അനൂപിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.